സൂപ്പറാ കൂട്ടുകാരി. ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ചക്കൻ ടെറസ് വെള്ളിയിലേക്ക് സ്വാഗതം. നമ്മുടെ ടെറസിലെ തക്കാളി പറ്റിയാണ്. തക്കാളിയുടെ വിളവെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കൂടിയാണ്, എടുത്തിട്ട വീഡിയോ ആണ്. ഇന്ന് വിളവെടുക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. ഇപ്പം അന്ന് ഉണ്ടായി വരുന്ന സമയത്ത് അടിപൊളിയാണ്. ഞങ്ങൾ 3 ചോടാണ് ഉണ്ടാക്കിയത് ചട്ടിയിൽ. നല്ല കായൊക്കെ നല്ല ഉഷാറായിട്ട് പിടിച്ചത്. ഇപ്പം തോന്നുന്നു കുറച്ചും കൂടി ഉണ്ടാക്കിയില്ലാന്ന്, 5-10 ചോട് ഉണ്ടാക്കിയില്ല വിചാരിക്കാം. നല്ല കായൊക്കെ പിടിച്ചത്. ആദ്യം ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി വിത്തെടുത്ത് മുളപ്പിച്ചൊക്കെ ഉണ്ടാക്കി വെക്കുക. അതൊന്നും കായ് നല്ല മര്യാദയ്ക്ക് പിടിക്കില്ല. കായ് ചെറുതായിട്ട് കൊഴിഞ്ഞു പോവുക. ഇത് നല്ലോണം കായ് പിടിച്ച് ഉഷാറാണ്, അടിപൊളിയാണ്. കൂട്ടുകാരി, നമ്മളെ ടെറസിലെ ചട്ടിയിലുള്ള തക്കാളി വിളവെടുപ്പാണ്. കുറച്ച് പഴുത്ത് നല്ല പാകമായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ നല്ല പഴുത്ത് പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് 2-3 ചോടുള്ള അതിൻ്റെ മുകളൊക്കെ ഉണ്ട് പാകത്ത് പാകമായിട്ടുള്ളത്. നമുക്ക് ഇന്ന് വിളവെടുക്കാം. ഇനി ഇവിടെ വെച്ചാൽ ചിലപ്പോൾ വല്ല മയിലൊക്കെ കൊത്തി തിന്നാളും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിളവെടുക്കാൻ നമുക്കിന്ന് വിളവെടുക്കാം. തക്കാളിയൊക്കെ നല്ല പാകമായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നത്. എന്താ തക്കാളി തിന്നാൻ തോന്നുന്നു. ഒരു മരുന്ന് അടിക്കാത്ത തക്കാളി. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാൻ പറ്റും. നോമ്പ് അതിനെക്കൊണ്ട് ഏതായാലും തിന്നില്ല. അടിപൊളിയാണ്, സൂപ്പറാ. ഇത് നമ്മളിപ്പോൾ 3 മരടാൻ ഉണ്ടാക്കി. കുഴപ്പമില്ല, നല്ല തക്കാളിയാണ്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി വെച്ചേക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ ടെറസിൽ മയിലുകൾ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ മയിലുകൾ ചിലപ്പോൾ ഇത് കണ്ടാൽ റെഡി ആയിക്കോളും. ഇപ്പോൾ രാവിലെ വന്ന് കാവലിക്കല ഓലെ കാഴ്ചന് ഇപ്പോൾ അങ്ങനെ ഇറങ്ങില്ല. എന്നാലും ചിലപ്പോൾ നമ്മൾ കാണാത്ത സമയത്ത് ഓലാണ് കണ്ടോളും. അടിപൊളി. ഇതൊരു 10 മരടൊക്കെ വേണം, എന്നാൽ ഉഷാറായിട്ട് കായ് ഉണ്ടാവും. നമ്മൾ തൽക്കാലം ഒരു 3 തൈ കിട്ടിയപ്പോൾ ആ 3 തൈ അങ്ങനെ വെച്ചതായിരുന്നു. പെട്ടെന്ന് വളർന്ന് കായ് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ തക്കാളി അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന തക്കാളിന്ന് നമ്മൾ കുരുവെടുത്ത് ഇങ്ങനെ മുളപ്പിച്ചിക്കണമെങ്കിൽ പെട്ടെന്ന് കായ് പിടിക്കില്ല. അത് പൂപ്പൊക്കെ വരും. അങ്ങനെ കൊഴിഞ്ഞ പോലാണ് കൂടുതലുള്ളത്. ഇത് നമ്മൾ ഈ ഫാമിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയതായിരുന്നു തൈ. അല്ലെങ്കിൽ ഹൈബ്രിഡ് വിത്ത് വാങ്ങിയാലും മതി. ഹൈബ്രിഡ് വിത്തായാലും നല്ലോണം കായ് പിടിക്കും. നമ്മളുണ്ടാക്കുന്നതിന് നമ്മളങ്ങനെ ചിലതിനൊക്കെ കായ് പിടിക്കും. നമ്മളെ പടവളം വളർക്കുന്നത് അങ്ങനെ ചിലതൊക്കെ കായ് പിടിക്കും. കൂടുതലും കായ് പിടിക്കില്ല. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ഒരുപാട് തൈകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ തക്കാളീൻ്റെ വിത്ത് വാങ്ങിക്കാൻ അത് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ അതിൽ നിന്ന് വിത്തെടുത്ത് ഇതാക്കി വെക്കും. തൈയൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വെച്ചെങ്കിൽ നമ്മൾ കായ് പിടിക്കുന്നില്ല. ഞാനൊക്കെ പറിച്ച് ഒഴിവാക്കിയതാണ്. കായ് തീരെ പിടിക്കില്ല. തക്കാളി പൂക്കുക, അതുപോലെ തന്നെ അങ്ങനെ പൂവാണ് നശിച്ചു പോവുക. അത്രേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. അന്നൊക്കെ നമുക്ക് 2 ദിവസമൊക്കെയുള്ള തക്കാളിയൊക്കെ റെഡിയായി. അടിപൊളി. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നല്ല പഴുത്തല്ല ഭംഗിയുള്ള തക്കാളി. എന്താ ഓക്കെ, അടിപൊളി തക്കാളി. ഏകദേശം 1 കിലോൻ്റെ അടുത്തുള്ള തക്കാളി. ഇതിനുണ്ട് കുറച്ച് പറിക്കാൻ, 1 കിലോമ്പോളൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ അടുത്ത് മൊത്തം പഴുത്തിട്ട് ഒറ്റപ്പറി. ചെറുതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതൊക്കെ വളരുമെന്ന് അറിയില്ല, ചിലപ്പോൾ വളർന്നിട്ടു. വലുതൊക്കെ പഴുപ്പ് ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു 2-3 ദിവസത്തേക്കുള്ള നമ്മൾ തക്കാളി ഇത് തന്നെ നമുക്ക് പച്ച ഇങ്ങനെ നമുക്ക് കഴിക്കാനും പറ്റും. അതന്നെ ഒരു വിഷം ഒരു മരുന്ന് അടിക്കാത്തതാണ്, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് നട്ടതിൻ്റെ ശേഷം കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ